റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ 2 സംഘം ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല, ഈ നാടിന്റെ പിന്തുണയോടുകൂടി വളർന്നു വന്നവരാണ്. അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്വാഭാവികമായി ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധ രൂപമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായിസമാണ്. അതിനായി ഗൂഢകളെ തെരഞ്ഞയക്കുകയും വീണ ജോർജ് ഒരു സ്ത്രീയായിട്ടും അവരെ ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനും ശ്രമിക്കുകയാണ്, പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം അപലപനീയമായ ആക്രമണമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം തുടർച്ചയായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ, അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം. ഈ നാട് സംഘർഷത്തിന്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം.